ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയത്ത് ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. അങ്ങനെ 2 മാസത്തെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് നിഫ്റ്റി ഇന്ന് 22,800 എന്ന് പറയുന്ന നിഫ്റ്റിയുടെ ആദ്യ വാലി കയറാമല മറികടന്നു എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ദിനമാണ് ഇന്ന് നിക്ഷേപകർക്കും ട്രേഡേഴ്സിനും എല്ലാവർക്കും ഉള്ളത്. നിഫ്റ്റി ഇന്ന് അങ്ങനെ തുടർച്ചയായി 2 ദിവസം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഈ ഒരാഴ്ച ഇതുവരെ നല്ലൊരു ആഴ്ചയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി 100 പോയിന്റ് മാത്രമാണ് ഫോൾ ആയിട്ടുള്ളത്. അതിന് മുമ്പുള്ള ആഴ്ചയായിരുന്നു നിഫ്റ്റി വീക്കിലി അടിസ്ഥാനത്തിൽ 350 പോയിന്റിൻ്റെ റാലി ഉണ്ടാക്കിയത്. സെൻസെക്സ് ഇന്ന് ഏകദേശം ഒരു 1131 പോയിന്റിൻ്റെ ഒരു റാലി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ സെക്ടറും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി 50യിൽ 4 സ്റ്റോക്കുകൾ മാത്രമാണ് റെഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള എല്ലാ സ്റ്റോക്കുകളും ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. റാലിക്ക് ചുക്കാൻ പിടിച്ചത് ICICI ബാങ്കും HDFC ബാങ്കുമാണ്. HDFC ബാങ്കും ITC ബാങ്കും ബാങ്ക് നിഫ്റ്റിനെയും വലിയ തോതിൽ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റി 50യിൽ മാത്രമല്ല, മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ, മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും 1%, 2.5%ൻ്റെയും ഒരു റാലി രേഖപ്പെടുത്തി. മോബിക്വിക്ക് കമ്പനിയെല്ലാം തന്നെ 20%ൻ്റെ അപ്പർ സർക്യൂട്ട്. ഒല ഇലക്ട്രിക് കമ്പനി കഴിഞ്ഞ ദിവസം ഒലാക്കെതിരെ ഒരു കമ്പനി കേസ് ഫയൽ ചെയ്തിരുന്നു. അന്ന് ദിവസം ഇടിഞ്ഞിരുന്നു. പിന്നീട് ഒലയും റീബൗണ്ട് രേഖപ്പെടുത്തി. PB ഫിൻടെക്കും ഹെൽത്ത് കെയറിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുന്ന ആ ഒരു ദിവസം PB ഫിൻടെക്കും ഫോളായിരുന്നു. PB ഫിൻടെക്കും കമ്പനീസും റീബൗണ്ട് ചെയ്തു. M&Mഉം ടാറ്റ മോട്ടോഴ്സും ഈ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് ശക്തമായിട്ടുള്ളൊരു ഇടിവുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയെല്ലാം തന്നെ. അവരും റീബൗണ്ട് രേഖപ്പെടുത്തി. എയർടെൽ ടെക്കം, ബജാജ് ഫിൻസർവിൻ്റെ എല്ലാം തന്നെ ഒരു GV ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ്. എയർടെൽ 2 ദിവസം റാലി രേഖപ്പെടുത്തി. പിന്നീടൊരു പ്രോഫിറ്റ് ബുക്കിംഗ്. ടെക്കമ്മിൽ പ്രോഫിറ്റ് ബുക്കിംഗ്. ഈ 3 കമ്പനീസ് മാത്രമാണ് നിഫ്റ്റി 50യിൽ റെഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള എല്ലാ കമ്പനീസിലും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഈവൻ ഇന്ന് സ്റ്റീൽ സെക്ടറിനെ സംബന്ധിച്ചൊരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു. ഫിച്ച് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വില കുറഞ്ഞ രീതിയിൽ സ്റ്റീലുകൾ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റീൽ സെക്ടറിൻ്റെ അല്ലെങ്കിൽ സ്റ്റീൽ കമ്പനീസിൻ്റെ അവരുടെ പ്രൈസിന് അതൊരു ഭംഗം വരുമെന്നുള്ള ഒരു ഫിച്ചിൻ്റെ റിപ്പോർട്ട് മറികടന്നും ഇന്ന് ടാറ്റ സ്റ്റീലും JSW സ്റ്റീലും ഏകദേശം 1.5%ൻ്റെ ഒരു റാലി രേഖപ്പെടുത്തി. അതായത് നെഗറ്റീവ് ന്യൂസുകൾ ഉണ്ടാവുന്ന സമയത്ത് മാർക്കറ്റ് അഗ്രസീവായിട്ട് റാലി ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് ന്യൂസുകളെല്ലാം തന്നെ പിന്തള്ളി, അതെല്ലാം തന്നെ നെഗ്ലക്റ്റ് ചെയ്ത് മാർക്കറ്റ് ഒരേ ഡയറക്ഷനിലേക്ക് പോകുന്ന വളരെ നല്ലൊരു കാഴ്ചയാണ് പൊതുവെ മാർക്കറ്റിൽ ഉണ്ടായത്. അപ്പോൾ പല സ്റ്റോക്കുകളും അതിൻ്റെ ഏറ്റവും 52 വീക്ക് ഹൈയിൽ വാങ്ങിച്ച ആളുകൾക്ക് ഈ ഒരു റാലിയൊന്നും തന്നെ അവരുടെ മനസ്സിനെ ഒന്നും തന്നെ സന്തോഷിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് നിഫ്റ്റി ഇന്നലെയും ഈവൻ ഇന്നും റാലി രേഖപ്പെടുത്തിയിട്ട് പോലും പല സോഷ്യൽ മീഡിയയിലും ആളുകൾ ആഹ്ലാദ പ്രകടനമൊന്നും തന്നെ കാഴ്ചവെക്കാത്തതിൻ്റെ കാരണം അവരുടെ കയ്യിലുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ സീവിയർ സെൽ ഓഫിൽ പെട്ട് വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഈ ഒരു റാലിയൊന്നും തന്നെ ഒരു മാറ്റങ്ങളും തന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇതുപോലെയുള്ള റാലികൾ മറികടന്ന് ഇതുപോലെയുള്ള ദിവസങ്ങൾ റിപ്പീറ്റായിട്ട് ആണ് നമ്മളെല്ലാ ആൾക്കാരും ചെയ്തിരിക്കുന്ന ബൈയിങ് റേഞ്ചിലേക്കൊക്കെ എത്തുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ദിവസങ്ങൾ ഉണ്ടാവട്ടെ, ആവർത്തിക്കപ്പെടട്ടെ. അപ്പോൾ മാർക്കറ്റ് വീണ്ടും അതിൻ്റെ ഓൾ ടൈം ഹൈ വീണ്ടും ടച്ച് ചെയ്യട്ടെ. അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു സൈക്കിൾ പൂർത്തിയാക്കും. നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് 15% കറക്ഷൻ രേഖപ്പെടുത്തി കാത്തിരുന്നു നമ്മൾ. അതിനുശേഷം വീണ്ടും ഓൾ ടൈം ഹൈ എത്തുമ്പോഴാണ് നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു സെൽ ഓഫ് കാണുകയും അതിൽ നിന്ന് റിക്കവറി ഉണ്ടാവുകയും വീണ്ടും ഓൾ ടൈം എത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു പരിപൂർണ ഒരു പ്രായം തികഞ്ഞ ഒരു ട്രേഡറും ഇൻവെസ്റ്ററൊക്കെ ആയിട്ട് മാറും കോവിഡിന് ശേഷം മാർക്കറ്റിൽ വന്ന ആളുകൾ. അപ്പോൾ അതിന് വേണ്ടി കാത്തിരിക്കുക. ഗ്ലോബൽ മാർക്കറ്റിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ കാണാൻ സാധിക്കും പൊതുവെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും താഴെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. എസ്പെഷ്യലി ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 1.35%ൻ്റെ റാലി കാണാൻ സാധിക്കും. ഇന്ത്യ വിക്സ് ഇന്ന് കൊളാപ്സായി 1.17% കൊളാപ്സായി 13.25. US വിക്സും ഇന്നലെ കൊളാപ്സായിരുന്നു. US വിക്സ് കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് ഏകദേശം 30%ലേറെ ഇടിഞ്ഞ് US വിക്സ് വളരെ കൂളാണ് നിൽക്കുന്നത്. എന്നാൽ ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്, 74 പോയിൻറ്റ് നെഗറ്റീവാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 1.2%ൻ്റെ റാലിയും. കൊറിയ കോസ്പി 1 ഫ്ലാറ്റായിരുന്നു. ചൈന ഫ്ലാറ്റാണ്. ഓസ്ട്രേലിയ ഫ്ലാറ്റാണ്. ഗോൾഡ് കാണാം, കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഗോൾഡ്
ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $26, ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് കാണാം, $26 പെർ ഔൺസിന് ഉയർന്ന് 3027 എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിൽ എത്തി നിൽക്കുകയാണ്. ബ്രന്റ് ഓയിൽ 71, ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 82,000 സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെ താരം ആരാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഏകദേശം ഒരു 365 ദിവസത്തെ കണക്ക് എടുക്കുകയാണെങ്കിൽ നിഫ്റ്റി എല്ലാം തന്നെ ഫ്ലാറ്റാണ് റിട്ടേൺ, അല്ലെങ്കിൽ നെഗറ്റീവാണ് റിട്ടേൺ. പക്ഷേ കഴിഞ്ഞ 365 ദിവസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഗോൾഡ് നൽകിയിരിക്കുന്ന റിട്ടേൺ അതിഭീകരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പോർട്ട്ഫോളിയോ എല്ലാം തന്നെ ഡൈവേഴ്സിഫൈ ചെയ്യണം, അതിൽ എല്ലാ തരത്തിലുള്ള അസറ്റ് ക്ലാസ്സുകളും വേണമെന്ന് പൊതുവേ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ബന്ധപ്പെടുമ്പോൾ ആളുകൾ പറയുന്നത്. അപ്പോൾ അത് വളരെയധികം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വളരെയധികം ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഗോൾഡിൻ്റെ പ്രകടനം. അപ്പോൾ എൻ്റെ കയ്യിൽ ഗോൾഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോൾഡ് ഈ ഒരു റേഞ്ച് എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഗോൾഡ് ഭാഗ്യദോഷത്തിന് വിറ്റു മാറി. ഇത്രയധികം കയറുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല ഗോൾഡ്. അപ്പോൾ ഇനി അടുത്ത ഒരു ഡിപ്പിന് വേണ്ടി കാത്തിരിക്കാം. പക്ഷേ SGB എല്ലാം തന്നെ ഇല്ല എന്നുള്ളത് വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തകളാണ്. അപ്പോൾ ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്കൊക്കെ നമുക്ക് പോകാം. ഇത് ബൈ സെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. ഇനി ഈ വരുന്ന ഞായറാഴ്ച ദിവസം കൊച്ചി കാക്കനാട് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ട്രെയിനിങ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സീറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം, വരാം, നമുക്ക് ഒരുമിച്ച് ഇരുന്ന് പഠിക്കാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുമ്പോൾ ആദ്യം LIC ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിലേക്ക് വരികയാണെന്നുള്ള ന്യൂസ് അവരുടെ കമ്പനിയുടെ CEO സിദ്ധാർത്ഥ് മൊഹന്തി അദ്ദേഹം പറഞ്ഞു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇനി GR ഇൻഫ്രാ പ്രൊജക്റ്റ് കമ്പനി, ചില സമയങ്ങളിൽ GRഉം JRഉം മാറിപ്പോകാറുണ്ട്. അപ്പോൾ GR ഇൻഫ്രാ പ്രൊജക്റ്റ് കമ്പനിക്ക് 4263 കോടി രൂപയുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ളൊരു ഓർഡർ GR ഇൻഫ്രാ പ്രൊജക്റ്റ് കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ജെൻസോൾ എഞ്ചിനീയറിംഗ് കമ്പനി 80% ഇടിവുണ്ടാക്കിയതിന് ശേഷം 1-2 ദിവസം ഒന്ന് സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും ഇപ്പോൾ 15 ദിവസം തുടർച്ചയായ ജെൻസോൾ എഞ്ചിനീയറിംഗ് ഇടിവ് രേഖപ്പെടുത്താണ്. 5% ഇന്ന് ലോവർ സർക്യൂട്ട് ആയിട്ടുള്ളത്. അതായത് ഇത്ര കഴിഞ്ഞ 2 മാസത്തെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് നിഫ്റ്റി എല്ലാം തന്നെ റിയാക്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ ഒരു മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ജെൻസോൾ എഞ്ചിനീയറിംഗ് ഏകദേശം 56% ഒരു ഇടിവാണ്. 6 മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 73% ഒരു ഇടിവാണ് ജെൻസോൾ എഞ്ചിനീയറിംഗ് ഉള്ളത്. എനിക്ക് തോന്നുന്നു 52 വീക്ക് ഹൈ ഉള്ളത് 1124 അപ്പോൾ അതിൻ്റെ 1124 നേർ പകുതിയായിട്ടുണ്ട് ഇപ്പോൾ ജെൻസോൾ എഞ്ചിനീയറിംഗ്. വളരെ ഭീകരമായ രീതിയിൽ സ്റ്റോക്ക് ഇടിഞ്ഞു. NTPC കമ്പനി 4000 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്, നോൺ കൺവെർട്ടബിൾ ഡെബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. ഫാർമ കമ്പനി സൈഡസ് ലൈഫ് അവരുടെ പുതിയ മെഡിസിൻ്റെ അംഗീകാരം ഡ്രഗ് കൺട്രോൾ അതോറിറ്റി കൊടുത്തതായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. HDFC ബാങ്ക് ഏപ്രിൽ 19 അങ്ങനെ Q4 റിസൾട്ട് കമ്പനി പ്രഖ്യാപിക്കുകയാണ്. HDFC ബാങ്കിൻ്റെ റിസൾട്ട് മുമ്പ് തന്നെ നമുക്ക് വിപ്രോ, ഇൻഫോസിസ് എല്ലാം തന്നെ TCSൻ്റെ എല്ലാം തന്നെ റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ Q4 റിസൾട്ടിലേക്ക് കടന്നു വരികയാണ്. ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ ഇന്നിപ്പോൾ 18 അങ്ങനെ ഫിനാൻഷ്യൽ ഇയർ തീരുകയാണ് എന്നുള്ള വാർത്തയാണുള്ളത്. അദാനി എൻ്റർപ്രൈസസ് കമ്പനി ഇന്നലെ അവരെ സംബന്ധിച്ചുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു. അവർക്കെതിരെയുള്ള ഒരു കേസ് കുറ്റവിമുക്തമാക്കി എന്നുള്ള ന്യൂസ്. ഇന്ന് ഒരു പോസിറ്റീവ് ന്യൂസ് ഉള്ളത്, ഈ എയർപോർട്ടിൻ്റെ എല്ലാം തന്നെ യൂസർ ഡെവലപ്മെൻറ്റ് ഫീ ഉയർത്തുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. അദാനി എൻ്റർപ്രൈസസ് ഒരുപാട് രാജ്യത്തിലെ ഏകദേശം ഒരു 9ഓളം എയർപോർട്ട് ഇവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി യുണൈറ്റഡ് ഡ്രില്ലിംഗ് ടൂൾ കമ്പനി 13 കോടി രൂപയുടെ ഓർഡർ ഓയിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. റിനൈസൻസ് ഗ്ലോബൽ കമ്പനിക്ക് ഇവർ കമ്പനിയുടെ ഡെപ്റ്റ് കുറയ്ക്കുകയാണെന്നുള്ള ന്യൂസിൻ്റെ കമ്പനി ഇന്ന് 5% റാലി രേഖപ്പെടുത്തി. ലെമൺ ട്രീ ഹോട്ടലിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, മെക്കറി എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ലെമൺ ട്രീനെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഫാർമ കമ്പനിയായിട്ടുള്ള സൺഫാർമ ഇവർ അക്വിറ്റി ആൻറ്റിബേ തെറാപ്പി എന്ന് പറഞ്ഞ കമ്പനി കനേഡിയൻ കമ്പനിയാണ്. അപ്പോൾ $4.5 മില്യൺ കൊടുത്ത് ഈ ഒരു കനേഡിയൻ കമ്പനിയുടെ സൺഫാർമ അക്യൂർ ചെയ്തതായിട്ടുള്ള ന്യൂസാണുള്ളത്. എഞ്ചിനീയേഴ്സ് ഇന്ത്യ കമ്പനി 252 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. NCC കമ്പനിക്ക് അവർക്ക് പുതിയൊരു ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് NCC കമ്പനിക്ക് ഉണ്ട്. പേടിഎം കമ്പനി സെബി RA ലൈസൻസ് പേടിഎമ്മിന് ലഭിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. എല്ലാ കമ്പനികളുടെയും പേര് പ്രൊണൗൺസിയേഷൻ പരമാവധി വ്യക്തത വരുത്തിയാണ് പറയാൻ ശ്രമിക്കുന്നത്. എങ്കിലും സ്ക്രീനിൽ കാണിച്ചാൽ അത്
ഗുണകരമല്ലേ എന്ന് ചോദിച്ചാൽ ഗുണകരമാണ്. എനിക്കും അത് പണ്ട് നമ്മൾ എഴുതാറുണ്ട്. ഇപ്പോൾ റൂൾസ് അത് അനുവദിക്കാത്തത് കൊണ്ടാണ് എഴുതാത്തത്. ഞാൻ ഒരുപാട് തവണയാണ് ഇപ്പോൾ ന്യൂസിൽ പറയുന്നത്. സ്റ്റിൽ ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക, ഓരോ കാലഘട്ടം അനുസരിച്ചും പല രീതിയിലുള്ള പ്രതിസന്ധികൾ നമുക്ക് വരാം. അതെല്ലാം തന്നെ മറികടന്ന് പോകണം. അപ്പോൾ ഇപ്പോൾ ഡെയിലി എക്സ്പയറീസ് ഒക്കെ മാറിയില്ലേ, അപ്പോൾ അതായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് വരാണ്. അപ്പോൾ ഓരോ ചേഞ്ചസ് മാർക്കറ്റിലുണ്ടാവും, റൂൾസുകളിലുണ്ടാവും. നിഫ്റ്റിയുടെ ലോട്ട് സൈസ് 20-ൽ നിന്ന് 75-ലേക്കായി. അത് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.